ഹലോ മക്കളെ, +2 മാത്സിലെ ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഓർഡർ ആൻഡ് ഡിഗ്രിയിലെ എന്തായാലും ഒരു മാർക്കും ചോദിക്കും, നിർബന്ധമായിട്ടും പഠിക്കുക. രണ്ടാമത് 3 മെത്തേഡുകളാണ് പഠിക്കാനുള്ളതില്ല. ആദ്യത്തെ മെത്തേഡ് എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. അതിൽ ഈ ഒരു മോഡലാണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ജനറൽ സൊല്യൂഷൻ കാണാനുള്ളത്. ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സീൻ്റെ വാല്യൂ കാണേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കി നമുക്കറിയാം DY/DXന്റെ കോഎഫിഷ്യന്റ് +1 ആയിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നോക്കി 1 + x² അവിടെ തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 + x² നമ്മൾ എല്ലാത്തിലും ഡിവൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ കാണണം. ഇതാണ് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. മൂന്നാം നോക്കിയേ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ നിങ്ങൾ സി നിർബന്ധമായിട്ട് കാണണം. അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലൂ നമുക്ക് തന്നത്. എങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്താ? വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻ കാണണം അല്ലേ. നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എന്തായാലും വരും ഈ ഒരു ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ സൊല്യൂഷൻ, വേരിയബിൾ സെപ്പറബിളിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനുള്ള ഈ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചു വെക്കുക. ലാസ്റ്റ് നോക്കി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഏതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിലും ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നുള്ളത് ഒരേ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. അതിൻ്റെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് പഠിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. നോക്കി നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.